ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. നാരായണാഖ്യ ഗുരുദേവൻ പിറന്നു വയൽ വാരത്തു വീട്ടിൽ അവതാരാർത്ഥമായറിക ആരോമലുണ്ണിതവലീലാവിലാസമക താരിൽ വിളങ്ങിടുക നാരായണായ നമോ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 181. ഇന്ന് ഉപ്പുമാവ് വേണ്ട പാലുമതി. ഭാഗം 181. ഇന്ന് ഉപ്പുമാവ് വേണ്ട പാലുമതി ഇവിടെ ആരംഭിക്കുന്നു. കുന്നുംപാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വിശ്രമിക്കുകയായിരുന്നു ഗുരുദേവൻ. അതറിഞ്ഞ് മണ്ണന്തല ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഡോക്ടർ AN പണിക്കർ കാറുമായി വന്നു. മണ്ണന്തലക്കാരനായ കുഞ്ഞുകൃഷ്ണനും കൂടെയുണ്ടായിരുന്നു. ഗുരുദേവന് കുന്നിറങ്ങി വരുവാൻ പ്രയാസമായിരുന്നു. അതിനാൽ ഒരു കസേരയിലിരുത്തി ഭക്തന്മാർ എടുത്തുകൊണ്ട് റോഡിലേക്ക് വരികയായിരുന്നു. ഗുരുദേവൻ കാറിൻ്റെ പിൻസീറ്റിൽ കയറിയിരുന്നു. മുൻസീറ്റിൽ ഡോക്ടർ പണിക്കരും കുഞ്ഞുകൃഷ്ണനും കയറി. കിഴക്കേക്കോട്ടയ്ക്ക് സമീപം കാർ എത്തിയപ്പോൾ ഡോക്ടർ പിന്നിലേക്ക് തിരിഞ്ഞ് ഗുരുദേവനോട് ചോദിച്ചു, കാർ എങ്ങോട്ടേക്ക് പോകട്ടെ? അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, കാർ പോകുന്നിടത്തേക്ക് പോകട്ടെ. കാർ നേരെ മുന്നോട്ടേക്ക് പോയി. കാഴ്ച ബംഗ്ലാവ് നിൽക്കുന്നിടത്തെത്തിയപ്പോൾ ഡോക്ടർ പിന്നെയും തിരിഞ്ഞിട്ട് പറഞ്ഞു, കാഴ്ച ബംഗ്ലാവ് എത്തി. പോകട്ടെ എന്ന് ഗുരുദേവൻ വീണ്ടും കൽപ്പിച്ചു. കാർ മുന്നോട്ടേക്ക് തന്നെ വിട്ടു. പട്ടിയൂർക്കാവ് എന്ന സ്ഥലമായപ്പോൾ ഡോക്ടർ വീണ്ടും പിന്നിലേക്ക് നോക്കി പറഞ്ഞു, ശ്രീരാമകൃഷ്ണാശ്രമം അടുത്തു. പോകട്ടെ എന്നായിരുന്നു അപ്പോഴും ഗുരുദേവൻ്റെ മറുപടി. ആശ്രമത്തിലേക്കുള്ള പാത സഞ്ചാരത്തിന് ഒട്ടും യോഗ്യമായിരുന്നില്ല. അതുകൊണ്ട് കാർ അവിടെ നിർത്തിയപ്പോൾ ഗുരുദേവൻ ഇറങ്ങി നടന്നു. കുഞ്ഞുകൃഷ്ണൻ പിന്നാലെ ഓടിച്ചെന്ന് മണ്ണന്തലയ്ക്ക് പോകാമെന്നറിയിച്ചു. കുഞ്ഞുകൃഷ്ണനെ നന്നായി അറിയാമായിരുന്ന ഗുരുദേവൻ പെട്ടെന്ന് നിന്നിട്ട് ആദ്യമായി കാണുന്ന ഒരാളോടെന്ന പോലെ ചോദിച്ചു, നിന്റെ വീടെവിടെ? കുഞ്ഞുകൃഷ്ണൻ, മണ്ണന്തല. ഇന്നിവിടെ താമസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ തിരികെ വന്ന് കാറിൽ കയറി. മണ്ണന്തല ക്ഷേത്രത്തിലെത്തിയപ്പോൾ രാത്രിയായി കഴിഞ്ഞിരുന്നു. അവിടെയുണ്ടായിരുന്ന സംഗീതസ്വാമികൾ ഗുരുദേവന് അത്താഴം തയ്യാറാക്കുവാനുള്ള ആലോചനയായി. സ്വാമി കുഞ്ഞുകൃഷ്ണനോടായി പറഞ്ഞു, ഗോതമ്പ് റവ കിട്ടിയാൽ ഉപ്പുമാവ് ഉണ്ടാക്കാം. അത് തൃപ്പാദങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ഉടനെ കുഞ്ഞുകൃഷ്ണൻ ഗോതമ്പ് റവ വാങ്ങാനായി അടുത്തുള്ള കടയിലേക്ക് പോയെങ്കിലും റവ കിട്ടുകയുണ്ടായില്ല. ഇനി വേണമെങ്കിൽ പാളയത്ത് പോകണം. പക്ഷേ അവിടെയും കടകൾ അടച്ചിരിക്കും. തിരികെ എത്തിയ കുഞ്ഞുകൃഷ്ണൻ നിസ്സഹായനായി പറഞ്ഞു. അപ്പോൾ സ്വാമികൾ പ്രയാസത്തോടെ ആരാഞ്ഞു, ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഇനി എന്താണൊരു മാർഗം? കുഞ്ഞുകൃഷ്ണൻ, പാൽ മതിയെങ്കിൽ വീട്ടിൽ കാണും. കൃത്യമായി ആ നേരത്ത് തന്നെ ഗുരുദേവൻ സുഗുണാനന്ദ സ്വാമിയെ വിളിപ്പിച്ചു. സ്വാമികൾ ഓടിയെത്തിയപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, സംഗീതം ഇന്ന് ഉപ്പുമാവ് വേണ്ട, പാല് മതി. അത് കേട്ട് സ്വാമി ആശ്ചര്യപ്പെട്ടു. നാരായണാഖ്യ ഗുരുദേവൻ പിറന്നു വയൽ വാരത്തു വീട്ടിൽ അവതാരാർത്ഥമായറിക ആരോമലുണ്ണിതവ ലീലാവിലാസമക
താരിൽ വിലങ്ങിടുക നാരായണായ നമോ. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 181 ഇന്ന് ഉപ്പുമാവ് വേണ്ട പാൽ മതി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.